ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ബാലസംസ്കൃതിയിൽ ക്യാമ്പിന് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ചെറിയ വീഡിയോ അല്ല, ഇച്ചിരി കുഞ്ഞു വീഡിയോ അല്ല, ഇച്ചിരി വലിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമൃതാനന്ദാത്മിക ഈശ്വരീ ഓം അമൃതേശ്വരിയേ ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പറായ അനീഷ് സാറാണ്. സാർ കട്ടപ്പന സരസ്വതി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടെയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അനീഷ് സാറിന് ആദരപൂർവ്വം ഇന്നത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ബിന്ദു പ്രസന്നനാണ് നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്നത്. ഏറ്റവും വലിയ ഹൃദയത്തോടെ സ്നേഹത്തോടെ നമ്മുടെ മെമ്പർ അമൃതോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ അമൃതോത്സവത്തിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്ന ബാലസംസ്കൃതി ടീച്ചർമാരായ ബിന്ദു ടീച്ചറിനെയും സിന്ധു ടീച്ചറിനെയും പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൈ ഫുഡ് മൈ ചോയ്സ് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിനോദ് സാറിനെയും അനിത ടീച്ചറിനെയും ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ എല്ലാ പ്രിയ കൂട്ടുകാരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പറും പാർവതി വർഗ്ഗം നമ്മുടെ ഹെഡ്മാസ്റ്ററുമായിട്ടുള്ള അനീഷ് സാറിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദീപം കൊടുത്തിട്ട് രഥോത്സവം 2025 ആഘോഷത്തിൻ്റെ വേദിയിലുള്ള ഏറ്റവും ആദരണീയായ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ ശ്രീമതി ബിന്ദു പ്രസന്നൻ അവർ, നമ്മുടെ ക്ലാസ് എടുക്കാനായി എത്തിയിരിക്കുന്ന ശ്രീ വിനോദ് സാർ, അനിത ടീച്ചർ, അതോടൊപ്പം തന്നെ ബാലസംസ്കൃതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ബിന്ദു ടീച്ചറും ഇന്ന് ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ ഇതിനു മുമ്പും ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പരിപാടിയിലല്ല, നമ്മുടെ ബാലസംസ്കൃതിയുടെ ഭാഗമായിട്ട് സംസാരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ വളരെ മാതൃകാപരമായിട്ട് ഇവിടുത്തെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ICG, അതോടൊപ്പം തന്നെ എല്ലാ സഹായമായിട്ട് നിൽക്കുന്ന ഭർത്താവ്, പിന്നെ നമ്മുടെ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ഭാഗ്യം ചെന്ന കുഞ്ഞുമക്കൾ, അമ്മമാർ, സഹോദരന്മാർ, ഏവർക്കും നമസ്കാരം. എനിക്ക് അനുവദിക്കുന്ന സമയം 10 മിനിറ്റാണ്. അപ്പോൾ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ തീർക്കുക എന്നുള്ള ഇച്ചിരി പ്രയാസമായ കാര്യം. കുറച്ച് സമയമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ച് പോകാൻ പറ്റും. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ള ഒരു വിഷയം അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ് അല്ലേ? പ്രശ്നമൊക്കെ പറയുന്നത് നമുക്കറിയാം അല്ലേ? അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഈ അമൃത ബാല സംസ്കൃതി
നോക്കുമ്പോൾ അമൃതാനന്ദമയി ദേവി എന്നുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ ശ്രമഫലമായിട്ട് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലും ലോകത്തിൽ മുഴുവൻ നമ്മുടെ ഭാരത സംസ്കാരത്തെക്കുറിച്ച് വളരെ വലിയ ഒരു വിജ്ഞാനം പകർന്നു നൽകാനായിട്ട് അമൃതാനന്ദമയി ദേവിയുടെ നേതൃത്വത്തിലുള്ള മഠത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് മുഴുവൻ നോക്കുമ്പോൾ നമ്മളുടെ എന്തുകൊണ്ടാണ് നാം ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകുന്നതെന്ന് ആദ്യം നോക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ പഠനത്തിൽ പരീക്ഷയൊക്കെ നടത്തുന്ന സമയത്താണെങ്കിൽ പരീക്ഷ വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെന്ന് ചിന്തിക്കും. അങ്ങനെ തർക്കം മൂതും. അതിനുശേഷം ഇദ്ദേഹം ശങ്കരാചാര്യര് പഠനം ചോദിക്കണം. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വ്യവസ്ഥ ഇതാണ്. എല്ലാവർക്കും നമസ്തേ. ഉറക്കെ പറയാൻ ആരുമില്ലേ? എല്ലാവർക്കും നമസ്തേ. ഇതാണല്ലോ ഇതിന്റെ ആദ്യപടി നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യം അല്ലേ? നമ്മുടെ ഇന്നത്തെ ഈ അമൃത സംസ്കൃത വേദിയുടെ കീഴിലുള്ള അമൃതോത്സവം 2025 യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ജനതാമാടിന്റെ മെമ്പറുമായ അനീഷ് അവർ, അതുപോലെ ഇവിടെ ക്ലാസ് എടുക്കുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന വിനോദ് സാറ്, അനിത മാഡം, അമൃത സംസ്കൃത വേദിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീച്ചർ ബിന്ദു, സിന്ധു, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കുകയും ഈ ഇടിഞ്ഞാറിക്കോടുകളും ഉള്ള കുട്ടികളെ നല്ലൊരു മാതൃകയായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അജി, അതുപോലെ അവരുടെ മാതാപിതാക്കൾ, കുട്ടികളെ നമ്മുടെ അമൃതോത്സവം 2025 കുറിച്ച് അനീഷ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അനീഷ് ഇതുപോലെ തന്നെ കുട്ടിയായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിത് വീക്ഷിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സരസ്വതി വിദ്യാലയത്തിൽ അനീഷ് രാവിലെ ഇതിൽ നടന്നു പോകും, എന്നും തന്നെ പോകുന്നുണ്ട്. നല്ല എളിമയും വിനയവും, കാണുന്നവരോടെല്ലാം നമസ്തേ പറയുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. നല്ല കഴിഞ്ഞിട്ട് സാധാരണ അതിൽ കൂടുതൽ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിനോട് കണക്ട് പറയാം കേട്ടോ. സത്വാനുരൂപാ സർവസ്യ ശ്രദ്ധാ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ. അപ്പൊ അതായത് ഈ മാംസബുക്ക്, സസ്യബുക്ക്, പിന്നെ രണ്ട് വഴികളുണ്ട്. മിശ്ര ബുക്ക് അല്ലെ, മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതല്ലാണ്ട് ഈ ജീവികൾ തരംതിരിക്കാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും? ഓരോ വിഭാഗത്തിൽപ്പെട്ടപ്പോൾ നമ്മൾ അതിന് പറയാറില്ല ആഹാരം അല്ലെങ്കിൽ എന്താ പറയുക വെജിറ്റബിൾ കഴിക്കുന്നത് അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയും. കുട്ടികൾക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും മനുഷ്യനും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസം അറിയോ? മറ്റു ജീവികളായിട്ടുള്ള വ്യത്യാസം എന്താ അറിയോ? അമ്മമാർക്ക് പറയാനുണ്ടോ? മനുഷ്യനും മറ്റു ജീവികളായിട്ടുള്ള വ്യത്യാസം പറയാം. ശരിക്കും അമേരിക്കൻ കഥയാണത്. കുട്ടികളെല്ലാവരും അച്ഛനും അമ്മയും ആദ്യപ്പെടുന്ന സാധനങ്ങൾ 3 ബോക്സിൽ ഇടുകയാണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ആ ബോക്സ് കസേരയിൽ വെക്കാൻ പറഞ്ഞു കാണാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് കാണിക്കുന്നത്?
മാത്രമല്ല ഞങ്ങള് കൂട്ടുകാരോടൊപ്പം പറയും നല്ല ഫുഡ് മാത്രമേ കഴിക്കാവുള്ളൂ. ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മന്ത്രങ്ങളെ ചൊല്ലിയേ. എന്ത് മന്ത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ്യം ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പോൾ കുട്ടികളുടെ നാടകമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആമിയുടെ അമ്പാടിയിൽ ഡാൻസ് ആയിരുന്നു കേട്ടോ. ആമി അമ്പാടിയും നമ്മുടെ സ്കൂളിൽ കളിച്ച ആനിവേഴ്സറിക്ക് കളിച്ച ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഡാൻസൊക്കെ കളിച്ചു. അടിപൊളിയായിട്ട് കളിച്ചോന്ന് ചോദിച്ചാൽ കളിച്ചോന്ന് തോന്നുന്നു. ഭയങ്കര നാണം ചമ്മൽ ഒക്കെ വരുന്നു അമ്പാടിക്ക്, എന്താ അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. മേരേ വാല ഡാൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ പാട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം നിങ്ങൾക്കറിയാലോ എനിക്ക് പാട്ട് ആഡോൺ ചെയ്യാൻ അറിയത്തില്ല കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ആമിയുടെ അമ്പാടിയുടെ ഡാൻസ്, പാട്ടില്ലാത്ത ഡാൻസ് കാണുന്നതിന് ബോറുണ്ടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഞാൻ പഠിക്കട്ടെ കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടീച്ചർ, ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചർ സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നമ്മുടെ ക്യാമ്പ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു മുഷിപ്പൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അവർ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. കളികളും ക്ലാസ് ആണെങ്കിലും അടിപൊളി ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ബോറടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, കണ്ടാൽ തന്നെ അറിയത്തില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ പിള്ളേരെ ഉത്സവത്തിന് കളിച്ച ഡാൻസാണ് കേട്ടോ കളിച്ചത്. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്, അതിന് പ്രത്യേകമായിട്ട് നമ്മൾ ഡാൻസൊന്നും പഠിച്ചില്ലായിരുന്നു. അപ്പോൾ ഉത്സവത്തിന് കളിച്ച ഡാൻസ് ഭയങ്കര എനർജി ആയിട്ട് അവർ കളിച്ചു കേട്ടോ. അതായത് അവരുടെ ഏരിയ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉത്സവത്തിന് കളിച്ചതിനേക്കാളും സൂപ്പറായിട്ട് കളിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ട്. അതിനെന്ന് വെച്ചാൽ അത്രയ്ക്ക് ധൈര്യമാണ് അവർക്ക്, അത്രയും സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥലമാണെന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് കുട്ടികളെല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനായിട്ട് അത് എല്ലാവരും വിളമ്പാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണമല്ലോ എന്നോർത്തിട്ട് ഞാൻ മാറിയില്ല. ചേച്ചി എന്നാ വിളമ്പണേ? പച്ചടി ചേച്ചിയാ? ക്യാബേജ് ചേച്ചിയോ? പയർ മെഴുക്ക് പുരട്ടി ചേച്ചി. എന്താ ചേച്ചി എന്നാ ചേച്ചി വിളമ്പണേ? അച്ചാർ, മാങ്ങ അച്ചാർ. ചേച്ചി കാളൻ, 2 കൂട്ടം സാമ്പാർ, ചോറ്. അയ്യോ, അപ്പോൾ പപ്പടം എന്ത് ചെയ്യും? അപ്പോൾ ഡാൻസും ക്ലാസ്സും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരും ടീച്ചറും എല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാ കൊല്ലം അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കണം. ഓരോരുത്തരും ഓരോ കറികളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ് ചെയ്യൽ. അങ്ങനെ നമ്മൾ പിന്നെ കൂട്ടായ്മ എന്താണ്, എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് ഒരു സദ്യ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് എല്ലാവരും സദ്യ, അതെ നമ്മുടെ ഒരു മിനി സദ്യ കഴിക്കാനായിട്ട് ക്യൂ ഒക്കെ നിന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെന്തുവാ എന്തൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾ കഴിക്കുന്നുണ്ട്, അത് ചിപ്സൊക്കെ മോഷണം പോകുന്നുണ്ട് ഗായ്സ്. അപ്പോൾ ഇത് എല്ലാവരും കൂടെ കൂടി വട്ടം കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്ത് രസമല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഈ വേനൽക്കാലവും അവധിക്കാലവും ഒക്കെയും കൂടെ കൂടിയതുകൊണ്ട് എന്താ പറയണേ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. ആമിയും പണി തന്നെ ആരി കഴിക്കുന്നൊക്കെ ഉണ്ട്. ആമിക്ക് എന്താ പറയുക, കഴിക്കാതിരിക്കുന്ന മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ അവർ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. ചോറ്, സാമ്പാർ, മെഴുക്ക് പുരട്ടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ കാളനുണ്ട്, പിന്നെ അച്ചാറുണ്ട്, മാങ്ങാച്ചാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പയർ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, പയർ മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശർക്കര വരട്ടിയും ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ കാളനാണോ ഓലനാണോ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കിച്ചടി പച്ചടി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ പിള്ളേരുടെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ ഒരു ടാസ്ക് പോലെ കൊടുത്തിട്ട് പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏത് പൊസിഷനിലാണോ പാട്ട് നിർത്തുമ്പോൾ അവർ നിൽക്കണേ അങ്ങനെ നിൽക്കണം എന്നുള്ളൊരു കളിയൊക്കെ ബിന്ദു ടീച്ചർ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിള്ളേർ ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വെയിലും ചൂടൊക്കെ എടുത്തിട്ട് ഭയങ്കര ഇതായിരുന്നു, പക്ഷേ പിള്ളേർക്ക് ആ വെയിലും ചൂടും ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ക്യൂസ് പ്രോഗ്രാം നടത്തി കേട്ടോ. ക്യൂസ് അല്ലേ? അത് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ നടക്കണേ. നിങ്ങൾക്ക് പറയാൻ
മേത്ത് പറ്റിയത് ഇതേ തലയിലേക്ക് മതിയോ ഹനുമാനോ എന്നാ ഉണ്ടാക്കണേ വൈകൊക്കെ ഉണ്ടാക്കണേ പോവാ ഓ അമ്പാടി ഇച്ചിരി കൂടെ ക്ലേ എടുക്കാം ചെളി ചെളി നീ എന്നാ ഉണ്ടാക്കണേ വെള്ളം വേണ്ടടി അമ്പാടി അത് കുഴമ്പാക്കും അത് നീ എന്നാ ഉണ്ടാക്കണേ എല്ലാരും പൂവാണ് ഉണ്ടാക്കണേ എല്ലാരും പൂവാ ഉണ്ടാക്കണേ എവിടെ ടീം എന്നാ ഇതുവരെ തീരുമാനിച്ചില്ലേ അതെ സ്വന്തമായിട്ട് തീരുമാനിക്കൂ കുറ്റു ആ ശരിക്കും ഉണ്ടാക്കാം ഉണ്ടാക്കാതെ കഴിച്ചോണ്ടിരിക്കാതെ ഇവിടെ എന്നതാ ഉണ്ടാവണേ ഇവിടെ ഒന്നും ഉണ്ടായില്ലേ ഉരുണ്ട മാത്രം അതെന്താ ഉരുണ്ട എന്താവും ഭാവിയിൽ എന്താവും ഇവിടെ ബട്ടർഫ്ലൈ ആണ് ഇവിടെ എന്നാ ഉണ്ടാക്കണേ എന്നാ ഉണ്ടാക്ക പേപ്പർ നോക്കി വെച്ചിട്ട് അതിൻ്റെ അകത്തുണ്ട് അതിനതാ അത് അതിനതാ അത് കൊള്ളാം എല്ലാം സെയിം ആവണ്ടേ അതിന്റെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് ആദ്യം ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് അത്ത ഒട്ടിച്ചു വെള്ളം ഇനിയാണോ എന്നാ ഉണ്ടാക്കണേ ആനേനെയാണോ വരാട്ടോ അച്ഛനാ ഉണ്ടാക്കണേ അതിനത് അറിയില്ലേ ഇതന്നെ അഗ്നി പർവ്വതോ ആമീന ഉണ്ടാക്കിയേ ഇത് മൊത്തത്തിൽ എടുത്താ ഉണ്ടാക്കണം ഇതെന്നതാ ഇതെന്നാ മൂടി വെച്ചേക്കണേ
മിനി അഗ്നിപർവ്വതം കുഴപ്പമില്ല. മത്സരം കഴിഞ്ഞ് നമ്മുടെ മത്സരങ്ങളൊക്കെ പൂർത്തിയായി. ക്ലേ മോഡലിംഗിൽ 1ാം സമ്മാനം കിട്ടിയത് ആർക്കാണ് 1ാം സമ്മാനം? ക്ലാപ്പ് ചെയ്യാ. 2ാം സമ്മാനം 2 പേർക്കുണ്ട്. ഒന്ന് പാർവതി, പിന്നെ നീരജ്. അയ്യോട്ടെ. അടുത്ത 6 മാർക്ക് എത്രയാ നോക്കാം? 6 മാർക്ക് ആർക്കാ നോക്കാം? കുട്ടികൾക്ക് എല്ലാവർക്കും ക്യാമ്പിന് വന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടീച്ചറാണ് കേട്ടോ, അവരെ പഠിപ്പിക്കുന്ന അവരുടെ ടീച്ചറാണ് കേട്ടോ അത്, അജി. Pati dapat pare karena mungkin karena materi. Nadi nadi sangat. സമ്മാനം കിട്ടി. കുറെ സമ്മാനങ്ങൾ കിട്ടി. ഒരു മൊത്തത്തിലൊരു ബ്യൂട്ടിഫുൾ അന്തരീക്ഷം.